ഹാങ്ങിങ് ബൊഗെയ്ൻവില്ലയുടെ സെയിൽ വഴിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഈ തണ്ടുകൾ കട്ട് ചെയ്താൽ വിടുന്നത്. കട്ട് ചെയ്തിട്ട് അവിടുന്നാണ് ക്ലിപ്പ്. നമ്മൾ അങ്ങനെ ക്ലിപ്പിച്ചിരിക്കുകയല്ല, ഒറ്റ തണ്ടയിലാണ് ക്ലിപ്പിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഹാങ്ങിങ് ബൊഗെയ്ൻവില്ലയുടെ സെയിൽ വഴിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് അതിനകത്ത് 2-3-4 കളർ വൈസ് ഉണ്ട്. പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഹാങ്ങിങ് ബൊഗെയ്ൻവില്ല. എല്ലാവരും മേടിക്കുമ്പോൾ ഗാർഡനിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ വില. നമുക്ക് അത്രയും പൈസയൊന്നും ആവത്തില്ല. ഞാൻ തൈകൾ ക്ലിപ്പിച്ച തൈകൾ നമ്മൾ ഒരു തൈകൾ മാത്രം ഉള്ളതിന് 150 രൂപയും 2-3 തൈകൾ ക്ലിപ്പിച്ചുകൊണ്ട് അതിന് 250 രൂപ വിലയും പ്ലസ് കൊറിയർ ചാർജുമാണ് വീഴുന്നത്. നമ്മൾ പ്ലാന്റ് കാണിക്കാം, നമ്മൾ എങ്ങനെയുള്ള പ്ലാന്റുകളാണെന്ന് അത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ നട്ട പ്ലാന്റ് പൂക്കളായിട്ടുണ്ട്. അത് പ്ലാന്റ് നമ്മൾ ശരിയായിട്ട് കാണിക്കാം, അതെങ്ങനെയൊക്കെയാണ് പൂക്കളുണ്ടാകുന്ന രീതികളൊക്കെ കാണിച്ചു തരുന്നതാണ്. ഇതാണ് എൻ്റെ ഹാങ്ങിങ് ബൊഗെയ്ൻവില്ല ഞാൻ നട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം തൈയിൽ നിന്ന് തന്നെ എടുത്ത പ്ലാന്റാണിത്. ഇത് ഒരു തണ്ട് കിളിപ്പിച്ചതാണ് ഈ കാണുന്നത്. ഈ വർഷം കിളിപ്പിച്ചതാണ്. നമുക്ക് ഈ വർഷം ഒത്തിരി ഫ്ലവർ ഉണ്ടാകത്തില്ല. അടുത്ത വർഷത്തേക്കേ ഫ്ലവർ ഒത്തിരി ഉണ്ടാകത്തുള്ളൂ. ഇത് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഇത് നല്ല ചെങ്കല്ല് കളറാണ്. അത് 2-3-4 കളർ വൈസ് ഉണ്ട്. അത് ഇതുപോലാണ് നമ്മുടെ പ്ലാന്റ് പടരുന്നത്. പക്ഷേ അത് ഗാർഡനിൽ മേടിക്കുന്ന പ്ലാന്റുകൾക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് ഈ തണ്ടുകൾ കട്ട് ചെയ്താൽ വിടുന്നത്. കട്ട് ചെയ്തിട്ട് അവിടുന്നാണ് ക്ലിപ്പ്. നമ്മൾ അങ്ങനെ ക്ലിപ്പിച്ചിരിക്കുകയല്ല, ഒറ്റ തണ്ടയിലാണ് ക്ലിപ്പിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഒറ്റ തണ്ടയിൽ നിന്ന് നമ്മൾ നട്ട് അതിൽ നിന്നാണ് ഈ തണ്ടുകൾ ഇങ്ങനെ താപ്പോട്ട് പടർന്നു വരുന്നത്. നമ്മൾ താപ്പോട്ട് ആക്കുന്നതല്ല, സ്വയമേ ആകുന്നതാണ് ഈ തണ്ടുകൾ. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് മേടിക്കുന്ന അത് നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്ലാന്റ് നമുക്ക് പടർന്ന് കിട്ടും.